എല്ലാവർക്കും PSC പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നാലാമത്തെ ദിവസമാണ് അല്ലേ, LDC LGS സ്റ്റഡി പ്ലാനിലെ നാലാമത്തെ ദിവസത്തെ എക്സാമാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിനു മുന്നേ മാത്സ് കുറച്ച് മുമ്പാണ് ഇട്ടിട്ടുള്ളത്, അപ്പോൾ അതും കൂടി കണ്ടിട്ട് മാത്രം ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. മാത്സ് ക്വസ്റ്റ്യൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കണം. ആ ചെയ്ത് നോക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നാളത്തേക്കുള്ള എന്തൊക്കെ പഠിക്കാൻ ഉണ്ട് എന്നുള്ളതും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതും ഞാൻ നമ്മുടെ ടെലഗ്രാമിലും വാട്സപ്പിലും ഇട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം, ശൈത്യകാല ആരംഭത്തിൽ വിളവിറക്കി വേനലിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്ന കാർഷിക കാലം ഏതാണ്? അപ്പോൾ ഇതിൽ റാബി വിള, സെയ്ദ്, ഖാരിഫ് അതൊക്കെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ പോലെ തന്നെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണിത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു ചോദ്യം? ശൈത്യകാല ആരംഭത്തിൽ വിളവിറക്കി വേനലിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്ന കാർഷിക കാലം ഏതാണ്? ഏതാ വരുന്നത്? ഓപ്ഷൻ ബി റാബിയാണ് കേട്ടോ. ഓപ്ഷൻ ബി റാബി. അടുത്തത്, പ്രസ്താവനകൾ പരിശോധിച്ച് ഏത് വിളയാണ് എന്ന് കണ്ടെത്തുക. അപ്പം 4 പ്രസ്താവനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ഏതാണ്? കൃഷിക്ക് ആവശ്യമായ താപനില 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പിന്നെയോ, ശൈത്യകാലം ആയതിനാൽ മുഖ്യമായും ജലസേചനത്തിനെ ആശ്രയിച്ചാണ് കൃഷി. 75 സെൻറ്റിമീറ്റർ മഴ ആവശ്യമാണ്. നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് അനുയോജ്യം. അങ്ങനെ 4 സ്റ്റേറ്റ്മെൻറ്റ്, 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 പ്രസ്താവനകൾ പഠിച്ചിട്ട് അത് ഏത് വിളയാണ് എന്ന് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രസ്താവന. കൃഷിക്ക് ആവശ്യമായ താപനില, അതായത് ആ ഒരു വിളയുടെ കൃഷിക്ക് ആവശ്യമായ താപനില എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പിന്നെ ശൈത്യകാലം ആയതുകൊണ്ട് തന്നെ എന്ത് വേണം? ജലസേചനത്തിനെ ആശ്രയിച്ചിട്ടാണ് ആ കൃഷി നടക്കുന്നത്. പിന്നെ 75 സെൻറ്റിമീറ്റർ മഴയും വേണം. നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് അനുയോജ്യം. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ വിള? ഏതാണ്? ഗോതമ്പാണ് കേട്ടോ. ഓപ്ഷൻ സി ഗോതമ്പ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ചണം, പരുത്തി എന്നിവ ഏത് വിളകൾക്ക് ഉദാഹരണമാണ്? ചണം, പരുത്തി എന്നിവ ഏത് വിളകൾക്ക് ഉദാഹരണമാണ്? പാനീയ വിളകൾ, സുഗന്ധ വിളകൾ, നാരുവിളകൾ. ചണം, പരുത്തി എന്നിവ ഏതാണ്? നാരുവിളകളാണ് അല്ലേ. ഓപ്ഷൻ സി നാരുവിളകൾ. സുവർണനാര് എന്നറിയപ്പെടുന്നത് കരിമ്പ്, പരുത്തി, ചണം, റബ്ബർ. ഇതിലേതാണ് സുവർണനാര് എന്നറിയപ്പെടുന്നത്? ചണമാണ്. ചണം. ഓപ്ഷൻ സി ചണം. അടുത്തത്, ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന അലോഹധാതു ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന അലോഹധാതു. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതായിരുന്നു. എല്ലാ കാര്യവും ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇന്ത്യ ജോഗ്രഫിയായി നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ആ ഒരു ചാപ്റ്റർ, എന്നാലും എല്ലാ ചാപ്റ്ററും ഒരുപോലെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇന്ത്യ ജോഗ്രഫിയുടെ SCERT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ എന്താണ് ഉപയോഗിക്കുന്ന പ്രധാന അലോഹധാതു ഏതാണ്? കൽക്കരി. ഓപ്ഷൻ ബി കൽക്കരി. ഇനി 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയായ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭിലായ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദുർഗ്, ഛത്തീസ്ഗഡ്. ദുർഗ് അല്ലേ. ഭിലായ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗിലാണ്. ദുർഗ്. അടുത്തത് മാത്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ പഠിച്ചതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, 20 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. എന്താ ചോദിച്ചിട്ടുള്ളത്? 20 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ് അല്ലേ. ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക കാണാനല്ല പറഞ്ഞിട്ടുള്ളത്, 20 വരെയുള്ള ഒറ്റ സംഖ്യ. അപ്പോൾ നമ്മൾ 20 വരെ എത്ര ഒറ്റ സംഖ്യയുണ്ട് എന്ന് നോക്കണം. 1 മുതൽ 20 വരെ എത്ര ഒറ്റ സംഖ്യയുണ്ട്? 10 ഒറ്റ സംഖ്യയാണുള്ളത്. ഈ 10 ആണ് നമ്മുടെ n എന്ന് പറയുന്നത്. അപ്പം നേരെ പോയി 20 എന്ന് പറഞ്ഞെടുക്കരുത്, 10 ആണ് നമ്മുടെ n. ഇനി ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n² ആണ് അല്ലേ. അപ്പോൾ 10 സ്ക്വയർ കണ്ടാൽ മതി. ആൻസർ എത്ര വരും? 100 എന്ന് വരും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിച്ചതിൽ ആദ്യത്തെ എന്താണ്? 10 ഒറ്റ സംഖ്യകളുടെ അല്ലെങ്കിൽ 20 ഒറ്റ സംഖ്യകളുടെ തുക കാണുക, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. പക്ഷെ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 20 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. അപ്പോൾ 1 മുതൽ 20 വരെയുള്ളതിൽ എത്ര ഒറ്റ സംഖ്യയുണ്ടെന്ന് നമുക്ക് കണ്ടെത്തണം. ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് അറിയാലോ, 1, 3, 5 അങ്ങനെ 19 വരെ 10 ഒറ്റ സംഖ്യയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ n² എന്നതിന് പകരം 10ൻ്റെ സ്ക്വയർ എടുക്കുന്നു. ആൻസർ എത്രയാണ്? 100 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം,
ആദ്യ 6 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര? ആദ്യ 6 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക. എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ, വർഗ്ഗം എന്ന് പറയുന്നത് ഏതാണ്? സ്ക്വയർ അല്ലേ? സ്ക്വയർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സ്ക്വയറിൻ്റെ തുക. അപ്പം അതിൻ്റെ ഏതായിരുന്നു ഇക്വേഷൻ എന്ന് പറയുന്നത്? വലിയ ഇക്വേഷൻ, വർഗ്ഗങ്ങളുടെ വലിയ ഇക്വേഷൻ ആയിരുന്നു. ഏതായിരുന്നു? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഇതായിരുന്നല്ലോ ഇക്വേഷൻ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 6 എണ്ണം, ആദ്യ 6 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയാണ്. അപ്പം നേരെ നമ്മൾ എന്ത് ചെയ്താൽ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക? 6 ആയിട്ട് എടുക്കുക. അപ്പം 6 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 2 എന്ന് പറയുന്നത് 6 ഇൻറ്റു 2 ഇൻറ്റു 6 പ്ലസ് 1. ഇങ്ങനെ എഴുതണ്ട, നമുക്ക് നേരെ തന്നെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും ഒന്ന് എഴുതി എന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം എത്ര വരും ഇവിടെ? 6 ഇൻറ്റു 6 പ്ലസ് 1 7 ഇൻറ്റു 6 ഇൻറ്റു 2 പ്ലസ് 1 എത്രയാ? 13 ബൈ 6 എന്ന് വരും. 6ഉം 6ഉം ക്യാൻസൽ ആവും. 13 ഇൻറ്റു 7 എത്രയാണ്? 91 ആണ്. അപ്പോൾ ഇവിടെ 6 ആണ് n എന്ന് പറയുന്നത്. തൊട്ട് മുകളിലുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം. എന്താണ് 20 വരെയുള്ള ഒറ്റ സംഖ്യകൾക്ക് പകരം 20 വരെയുള്ള, അല്ലെങ്കിൽ എന്താണ് ഇടയ്ക്ക് ഒരു സംഖ്യ തന്നിട്ട് ഇത്രയും വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര, അങ്ങനെ ചോദിക്കാം. അപ്പോൾ എത്ര ഒറ്റ സംഖ്യ അതിൽ വരുന്നുണ്ട് എന്ന് നമ്മൾ കണക്ക് കൂട്ടണം. ഓക്കെ. അപ്പം 50 വരെയുള്ള ഇരട്ട സംഖ്യകൾ, 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ 50 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 25. പകുതിയല്ലേ ഇരട്ട സംഖ്യയുള്ളൂ. അതിൻ്റെ തുകയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ 25 ആയിരിക്കണം അപ്പം നമ്മൾ n ആയിട്ട് എടുക്കേണ്ടത്. അടുത്ത ചോദ്യം, അച്ഛൻ പിറന്ന വീട് ആരുടെ കൃതിയാണ്? അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് എഴുത്തുകാരും അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം നിങ്ങൾക്ക് ഇന്ന് നോക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ നമ്മളത് വീഡിയോ എന്ന രീതിയിലും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ, വിട്ട് കളയരുത്. സിമ്പിൾ ആണല്ലോ, അല്ലെങ്കിൽ അതൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ച് വിട്ട് കളയരുത്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, അച്ഛൻ പിറന്ന വീട് ആരുടെ കൃതിയാണ്? ആരുടേതാണ്? ഓപ്ഷൻസ് വായിക്കുന്നില്ല. ആൻസർ വി മധുസൂദനൻ നായരാണ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് കേട്ടോ ഇത്. അച്ഛൻ പിറന്ന വീട്, വി മധുസൂദനൻ നായർ. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കൃതിയാണ്. ഇനി കടൽ കാക്കകൾ, അത് നമ്മളിന്ന് പഠിച്ചത് തന്നെയാണ്. കടൽ കാക്കകൾ ആരുടേതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റേതാണ്. ഓപ്ഷൻ എ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റേതാണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ SCRTയുടെ മാത്രമായിട്ട് ഓൾറെഡി നമ്മൾ SCRT ചലഞ്ചിൻ്റെ ഒപ്പം തന്നെ ഇന്ന് എന്താണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്റർ മാത്രം ഉൾക്കൊള്ളിച്ച് വേറൊരു എക്സാം നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ അതും കൂടി ലിങ്ക് ഇട്ടുതരാം. അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത് ഏതാണ്? ഇപ്പോൾ ഇതിൽ നമ്മളെല്ലാം ഓരോ ദിവസം ചെയ്യുന്നതിലും എല്ലാം ഉൾക്കൊള്ളിച്ചില്ലേ, ആ ദിവസത്തിലെല്ലാം 1-2 ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ഏതാണ് കിട്ടാത്തത്, എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്നൊക്കെ ഒന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് ചെയ്തു നോക്കുക കേട്ടോ. പിന്നെ LGSൻ്റെ റിസൾട്ട് വന്നപ്പം ഇപ്പോൾ കിട്ടാത്തവരാണെങ്കിലും കിട്ടിയവരാണെങ്കിലും എത്ര മാർക്കാണ് നമുക്ക് എന്നുള്ളത് ഇപ്പോൾ പ്രൊഫൈലിലൂടെ അറിയാൻ സാധിക്കും. LGS, ഫാം വർക്കർ, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ആ ഒരു കൂട്ടത്തിൽ നടന്ന എല്ലാത്തിൻ്റെയും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ എത്ര മാർക്ക് നമുക്ക് കിട്ടി, കട്ട് ഓഫിൽ നിന്ന് എത്ര മാർക്ക് കുറവുള്ളവർക്കാണെങ്കിൽ കുറവ്, ആ ഒരു രീതിയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കുക എത്ര മാർക്കിനാണ് പോണത് എന്നുള്ള കാര്യം. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് എല്ലാവരും പഠിക്കുക കേട്ടോ. എല്ലാവരുടെയും മാർക്കുകളൊക്കെ കണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.